എന്താണ് കേൾവിക്കുറവ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഹിയറിംഗ് ലോസ്? കേൾവിക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ വിചാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. പക്ഷെ അതല്ല. കേൾവിക്കുറവ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇഷ്യൂസ്. യൂഷ്വലി എന്താ പറയുക, നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ എന്താ പറഞ്ഞതെന്നൊരു മനസ്സിലാവാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊരു കേൾവിക്കുറവുള്ള വ്യക്തി അനുഭവിക്കുന്നത്. പിന്നെ ലേറ്റർ സ്റ്റേജ് ഓഫ് ടൈമിൽ ചിലപ്പം ഒരുപാട് കേൾവി നഷ്ടപ്പെട്ട് കഴിയുമ്പം പറഞ്ഞത് എന്താ എന്ന് ഒട്ടും കേൾക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് പിന്നെ റേറ്റ് ഓഫ് സ്റ്റേജിലായിരിക്കും നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ ഈ കേൾവിക്കുറവ് എന്ന് പറയുമ്പം മോസ്റ്റ്ലി ക്ലാരിറ്റി ഇഷ്യൂസാണ് ഉണ്ടാകുക. അപ്പം കേൾവിക്കുറവിനെ നമുക്കൊരു 3 സ്റ്റെപ്പായിട്ട് തിരിക്കാം, 3 ഭാഗമായിട്ട് തിരിക്കാം. ഒന്ന്, നമ്മൾ ഔട്ടർ ഇയർ മിഡിൽ ഇയറിൻ്റെ അകത്ത് വരുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയും. സോ അത് യൂഷ്വലി ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസാണ്. ഈ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന കണ്ടീഷൻസിനെ എല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, മെഡിസിൻസ് കൊണ്ടും ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും നമുക്ക് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ. അൺലെസ് ഒരു ഡീഫോർമാലിറ്റി, സ്ട്രക്ചർ ഫോർമാലിറ്റീസൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ്. പിന്നെ വരുന്നതാണ് ഇന്നർ ഇയറിൻ്റെ അകത്ത്. നമ്മുടെ ചെവിക്ക് 3 ഭാഗമുണ്ട്. ഇപ്പോൾ ചെവി നോക്കുകയാണെങ്കിൽ 3 ഭാഗമുണ്ട്: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. അപ്പം ആ ഇന്നർ ഇയറിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും. അതായത് നെർവ്സിന് വീക്ക്നെസ് ആയിട്ടാണ് വരുന്നത്. ചെവിയുടെ ഇന്നർ ഇയർ ഒരു ചേംബർ പോലെയാണ്. ഒരിക്കലും എത്തിപ്പറ്റാൻ പറ്റാത്ത രീതിയിൽ ഒരു ബോണി സ്ട്രക്ചറുമായിട്ട് കവർ ചെയ്ത് ഒരു ചേംബർ പോലെയാണ് ചെവിയുടെ ഇന്നർ ഇയർ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ബോഡിയുടെ ബാലൻസും നമ്മുടെ കേൾവിയും എല്ലാം പ്രിസർവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊന്നും ചെല്ലത്തുമില്ല, അതിൻ്റെ അകത്തുനിന്നൊന്നും പുറത്തോട്ട് വരുത്തുമില്ല. അപ്പോൾ അത് അത്രയും പ്രിസർവ്ഡ് ആയിട്ട് സൂക്ഷിച്ചേക്കുന്ന ഏറ്റവും ടൈനിയസ്റ്റ് ഓർഗനാണ്, നമ്മുടെ ബോഡിയിലെ ഏറ്റവും ടൈനിയസ്റ്റ് ഓർഗനാണ് അത്. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന ലോസിനാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന്. പിന്നെ ഒരു കണ്ടീഷനിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരാം, കണ്ടക്റ്റീവ് ഉണ്ടാവാം, സെൻസറി ന്യൂറൽ. അപ്പോൾ അതിനെ മിക്സ്ഡ് എന്ന് പറയും. ഈ 3 കണ്ടീഷൻസാണ് കേൾവിക്കുറവിൽ യൂഷ്വലി ഉണ്ടാവാറ്.